ഈ മുത്തിപ്പാറയും കള്ളൻ വിജയനും ധന്യനാടക ഗ്രാമവും കടലിരമ്പം മുഴങ്ങുന്നുണ്ട് ഇന്നും ആ കടലിരമ്പം എന്ന് VS-നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു ലേഖനമൊക്കെ അതിലുണ്ട്. എന്തിനാണ് ഇതിനെയൊക്കെ ഭയപ്പെടുന്നത്? ഒരു എല്ലാ സ്വേച്ഛാധിപത്യ സംഘടനകളെയും തകർച്ചയുടെ തുടക്കം എന്ന് പറയുന്നത് ബൗദ്ധിക രംഗത്തുണ്ടാകുന്ന ജീർണതയാണ്. ദേശാഭിമാനി എന്ന് പറയുന്ന പ്രസിദ്ധീകരണം കാലാകാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ താല്പര്യങ്ങളെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കാര്യങ്ങളെ ജനങ്ങളിൽ അറിയിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണം തന്നെയാണ്. പക്ഷേ ഇന്ന് വളരെ പെട്ടെന്ന് ഇന്നത്തെ വാരാന്ത്യ പതിപ്പിൽ എന്തോ അപ്രിയമായ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവർ ദേശാഭിമാനി മൊത്തം കട്ട് ചെയ്തത്. സാധാരണഗതിയിൽ ക്യാൻസർ വന്നാൽ പോലും വരുന്ന അവയവമാണ് മുറിച്ച് കളയുന്നത്, ശരീരം മുഴുവൻ മുറിച്ച് കളയാറില്ല. ഇത് ദേശാഭിമാനി ഇന്നത്തെ പ്രസിദ്ധീകരണം തന്നെ അവർ വേണ്ടെന്ന് വെച്ചു, വാരാന്ത്യ പതിപ്പ് വേണ്ടെന്ന് വെച്ചു. കാരണം പറയുന്നത് അച്യുതാനന്ദൻ്റെ 3ാം ചരമവാർഷിക അനുസ്മരണവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിൽ കുറച്ച് ലേഖനങ്ങളുണ്ടായിരുന്നു. അച്യുതാനന്ദൻ്റെ കാലത്തെക്കുറിച്ച്, CPM-ൻ്റെ സുവർണ്ണകാലത്തെക്കുറിച്ച്, പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സുവർണ്ണകാലത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളായിരുന്നു. ആ ലേഖനങ്ങളുടെ കൂടെ ചില മുമ്പേ പറഞ്ഞൊരു അപ്രിയ സത്യങ്ങൾ, കൈപ്പേറിയ സത്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പിണറായിയുടെ നാടിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പിന്നെ കടലിരുമ്പുന്നത് ആർക്ക് വേണ്ടി? എപ്പോഴാണ് കടലിൻ്റെ വെള്ളത്തിന് ശക്തി ഉണ്ടാകുന്നത്, തീരയ്ക്ക് ശക്തി ഉണ്ടാകുന്നത്? കടലിൻ്റെ നെഞ്ചോട് ചേർത്തപ്പോൾ മാത്രമേ വെള്ളത്തിന് തിളയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് അച്യുതാനന്ദനെ ഉദ്ദേശിച്ചായിരുന്നു. മുഴങ്ങുന്നുണ്ട് ആ കടലിരമ്പം എന്നാണ് അച്യുതാനന്ദനെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ആ ലേഖനത്തിന്റെ തലക്കെട്ട്. അപ്പോൾ ആ കടലിരമ്പം ഒരു പിണറായി വിജയനെ എല്ലാ കാലങ്ങളായി ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമായിരുന്നു നടത്തിയത്, അവിടെ തിരുവനന്തപുരത്ത് കടൽപ്പുറത്ത് നടത്തിയത്. ഇപ്പോഴും ആ കടലിരമ്പം പിണറായി വിജയനെ അലോരസപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ ഏറാൻമൂളികളായ വിധേയരായ ദേശാഭിമാനിയുടെ പത്രാധിപ സമിതി ഇത് പ്രസിദ്ധീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചത്. വാരാന്ത്യ പതിപ്പിൻ്റെ പത്രാധിപർ അജയൻ ഇത് പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഇൻസിസ്റ്റ് ചെയ്തെങ്കിൽ പോലും മറ്റുള്ളവർ, സ്വരാജിനെ പോലുള്ള വലിയ വലിയ ബുദ്ധിജീവികൾ ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല. അത് അച്യുതാനന്ദനെ പറ്റി ഒരു നല്ല പരാമർശം ഉണ്ടാവുകയും പിണറായിയെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലൊരു മോശം പരാമർശം ഉണ്ടാവുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ടി തകരും, CPM ഇല്ലാതാകുന്നവരെ ഭയപ്പെടുന്ന അല്പത്തമായ മനസ്സുകൊണ്ടാണ് അവരെ കണ്ടത്. ഈ മുത്തിപ്പാറ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ആ ലേഖനം എന്ന് പറയുന്നത് ഈ കള്ളൻ വിജയൻ എന്ന ഗൗരവത്തിന് നല്ലോണം അറിയാമല്ലോ മുത്തിപ്പാറ. തീർച്ചയായിട്ടും അത് നമുക്ക് പിണറായി പാറേനൊക്കെ ആയിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ മുത്തിപ്പാറ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു കള്ളനായ ഒരു നാടക പ്രവർത്തകനെ കുറിച്ചുള്ള അതിനെ പറ്റിയിട്ടുള്ള ഒരു നിരൂപണമാണ് നാടക പ്രവർത്തനം. അതെ. അപ്പം ഈ നാടക പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പിണറായി അടിമകളായിട്ടുള്ള കുറെ നാടക പ്രവർത്തകരുണ്ട്. സിന്ദാബാദ് വിളി മാത്രമാണ് നാടകമെന്ന് വിചാരിച്ചിരിക്കുന്ന പിണറായി ഭക്തരായിട്ടുള്ള നാടക പ്രവർത്തകരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദനിക്കും ഇത് കേട്ട് കഴിഞ്ഞാൽ. അല്ല, അതുകൊണ്ടാണ് അത് പ്രസിദ്ധീകരിക്കുക വേണ്ടെന്ന് വിചാരിച്ചേ. ഏറ്റവും ഇതിൻ്റെ ഒരു പാർട്ടിയുടെ തകർച്ച അറിയണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാഹിത്യ, ഇപ്പോൾ ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുത്തേരാ ഒത്തിരി പേരുടെ പേര് പറയും. KPSCയുടെ പേര് പറയും, അതുപോലെ EMSൻ്റെ പറയും, AK ഗോപാലിൻ്റെ പറയും, P കൃഷ്ണപിള്ളയുടെ. പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ CPM-ൻ്റെ വളർച്ചയ്ക്ക് സംഭാവന ചെയ്തത് ഒരൊറ്റ മനുഷ്യനാണ്, ഒരു കഥാപ്രസംഗക്കാരനാണ്, V സാംബശിവൻ. സാംബശിവൻ്റെ കഥകളാണ് റഷ്യയെയും ചൈനയെയും കൽക്കട്ടയെയും എല്ലാം ഇവിടുത്തെ തൊഴിലാളി വർഗത്തിന് പരിചയപ്പെടുത്തി തന്നത്. അതുപോലെ അത്രയ്ക്ക് മാത്രം സാഹിത്യവും ബൗദ്ധികവുമായ കൃതികളെ എടുത്ത് വളർത്തി പോറ്റി വളർത്തി അണികളെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത പ്രസ്ഥാനമാണിത്. ഇന്ന് നേരെ മറിച്ച് ബൗദ്ധികമായ ഏത് ചിന്തയും ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന സ്വഭാവമാണ് അവരുടെ. സാംബശിവൻ നമുക്ക് പറയാം, KPSCയുടെ നാടക സമിതി നമുക്ക് പറയാം. അവരൊക്കെ കൊടുത്തിരിക്കുന്ന സംഭാവനകളുടെ 4 കൊടുക്കാൻ ആർഷോയ്ക്കോ SFIക്കോ എല്ലാം സാധിച്ചിട്ടുണ്ടോ? ഒരു ജനതയെ മാനസികമായിട്ട് കേരളീയരെ ഇടതുപക്ഷ ചേരിയിലേക്ക് എത്തിച്ച് ഇവർ പറയുന്നുണ്ടല്ലോ ഇപ്പോഴും ഇടതുപക്ഷ മനസ്സെന്നൊരു സാധനം പറയാം. അത്തരം ഒരു മനസ്സ് രൂപപ്പെടുത്തി ഇവരൊക്കെ കുറച്ചേരണം. തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് ദേശാഭിമാനി ഇവരെ പിടികൂടി അച്ചടി ഭാഷയിൽ കുറേ കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഞാനല്ലാതെ മറ്റാരുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്, ഇന്ന് നീ മരിച്ചാൽ നിൻ്റെ നിത്യതയോട് ഞാൻ നിന്നെ എപ്പോഴും കൂടെ നിന്നെ പ്രാർത്ഥിക്കാം. ബൈബിൾ വചനങ്ങൾ പോലെ പിണറായി വിജയൻ്റെ വചനങ്ങൾ എഴുതി വെച്ച് തുതിച്ചു പാടുന്ന കുറേ സാഹിത്യകാരന്മാർ മാത്രമായി, ബുദ്ധിജീവികൾ എന്ന് പറയാൻ പറ്റില്ല, സാഹിത്യ ജീവികൾ മാത്രമായി ഇന്നത്തെ തലമുറ മാറി. അവർക്ക് ഈ ദേശാഭിമാനി ഇഷ്ടപ്പെടിയല്ലോ.
ഇത് സാംബശിവൻ്റെയൊക്കെ കാലത്തെ പഴയകാല കമ്മ്യൂണിസ്റ്റ് ചിന്തകരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഈ ദേശാഭിമാനി 10 കോപ്പി കൂടെ കൂടുതലടിക്കാൻ പറഞ്ഞാൽ അതിന് പകരം ഇത് ഇന്ന് കയറിക്കളയാനാണ് പറയുന്നത്. അതാണ് ഇന്നത്തെ CPM-ന്റെ അപജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം. കള്ളൻ വിജയൻ ധന്യനാടക ഗ്രാമം മുത്തിപ്പാറ PO എന്ന തലക്കെട്ടിലെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഈ തയ്യാറാക്കിയ വാരാന്ത പതിപ്പ് വിതരണം ചെയ്യാത്തത്. ഇതൊന്നും കൂടി വ്യക്തമാവാൻ, ആളുകൾക്ക് വ്യക്തമാവാൻ വേണ്ടി പറയുകയാണ്. പുല്ലാംപാറയിൽ കള്ളനായിരുന്ന വിജയൻ എന്നയാൾ, പുല്ലാംപാറയിൽ കള്ളനായിരുന്ന പിണറായി പാറയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയൻ എന്നയാൾ നാടക പ്രവർത്തകൻ, പുല്ലാംപാറയിൽ കള്ളനായിരുന്ന വിജയൻ എന്നയാൾ നാടക പ്രവർത്തകനെ കുറിച്ച് TC രാജേഷ് എഴുതിയതാണ് ഈ ലേഖനം. അത് യഥാർത്ഥത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവസാന പേജിലാണ്. VS-നെ കുറിച്ചുള്ള അനുസ്മരണം കടലിരമ്പം എന്നുള്ളത് തുടക്ക പേജിലും, കള്ളൻ വിജയനെ പറ്റിയിട്ടുള്ള, മുത്തിപ്പാറയിൽ ജീവിക്കുന്ന കള്ളൻ വിജയനെ പറ്റിയിട്ടുള്ളത് അവസാന പേജിലും ഉൾപ്പെടുത്തിയതിൽ എന്തോ പിശകുണ്ട് എന്ന് തോന്നി. യഥാർത്ഥത്തിൽ ഇതിന്റെ എഡിറ്റർ ആദ്യം സമ്മതിക്കുകയായിരുന്നു, പ്രസിദ്ധീകരിക്കുക. അജയൻ ആദ്യം അനുമതി നൽകി. പക്ഷേ എഡിറ്റോറിയൽ ബോർഡിലെ ചില ആളുകൾക്ക് അതത്ര ശരിയായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യത്തിൽ ദേശാഭിമാനി അഭിനന്ദിക്കുകയാണ്. ആദ്യം ഇങ്ങനെ ഇത് എഴുതണമെന്നെങ്കിൽ തോന്നിയല്ലോ ഒരാൾക്കെങ്കിലും, അതെ ഒരാൾക്കെങ്കിലും തോന്നിയല്ലോ, അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ദേശാഭിമാനി. വളർച്ചയുടെ ലക്ഷണമാണോ? അതെ, വളർച്ചയുടെ തിരുത്തലുകളുടെ ഒക്കെ ഒരു ലക്ഷണം ദേശാഭിമാനി കാണിക്കുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ചെകുവരയുള്ളത്, അതിൻ്റെ ഉള്ളിൽ ചെകുവരയാകാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അതാണ് പ്രശ്നം. അല്ല, അങ്ങനെയല്ല. ഇതിൻ്റെ ദേശാഭിമാനി എല്ലാ ലോകത്തെ മുഴുവൻ സംഭവം എടുത്തു. ഇപ്പോൾ റഷ്യയിൽ നിങ്ങൾക്ക് എത്ര സാഹിത്യകാരന്മാരെ, പഴയ ടോൾസ്റ്റോയ് ഉൾപ്പെടെയുള്ള, ഡോസ്റ്റോയ്സ്കി ഉൾപ്പെടെയുള്ള എത്രയോ പേരുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റും, ഓരോ സാഹിത്യം പറയാൻ പറ്റും. ഇന്ന് റഷ്യയിൽ ഒരു അറിയപ്പെടുന്ന സാഹിത്യകാരൻ്റെ പേര് പറയാമോ? ഇന്ന് ഈ കാലം ഒരു കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് റഷ്യയിൽ അത് ജീർണിച്ചു പോയി. ഭൗതിക രംഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇവിടെ ഇന്ത്യ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ജീർണിച്ചു. ആ ജീർണത ഏറ്റവും കൂടുതൽ ബാധിച്ച സംസ്ഥാനങ്ങളിലൊന്നായിട്ട് കേരളം മാറുക. അതുകൊണ്ടാണ് KR മീരയൊക്കെ വലിയ സാഹിത്യകാരിയാകുന്നത്, മൂന്നനം വലിയ സാഹിത്യകാരനാകുന്നത്, സച്ചിദാനന്ദൻ വലിയ സാഹിത്യകാരനാണ്. തലച്ചോറിൻ്റെ ആവശ്യമില്ല. തലച്ചോറ് ആരിൽ കണ്ടാലും രക്ഷാപ്രവർത്തനം തല്ലിപ്പൊട്ടിക്കാൻ വിജയൻ്റെ കാലത്ത് പോലീസും ഉണ്ടായിരുന്നു. തലച്ചോറ് ഇഷ്ടമല്ല. തലക്കെട്ട് മാറ്റണമെന്ന് ദേശാഭിമാനി ബോർഡ് ആവശ്യപ്പെട്ടെങ്കിലും വാരാന്തപ്പതിപ്പ് എഡിറ്റർ തലക്കെട്ടിന് വേണ്ടി ഉറച്ചു നിന്നു. അനാവശ്യ തെറ്റിദ്ധാരണ വേണ്ടെന്ന് തീരുമാനിച്ച് തയ്യാറാക്കിയ വാരാന്തപ്പതിപ്പിന് പതിവിന് വിരുദ്ധമായി വിതരണം ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിരോധിക്കുകയും ശരിക്കും പ്രചാരണം ഇത് തെറ്റാണ് ഈ പ്രചരണം എന്ന് പറഞ്ഞുകൊണ്ട് M. സ്വരാജ് റെസിഡന്റ് എഡിറ്റർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ശരിയൊന്നുമല്ല, ഇത് അങ്ങനെ ഈ പതിപ്പിൽ കള്ളൻ വിജയനെ പറ്റിയിട്ടുള്ള ലേഖനം ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത്. VS-നെ കുറിച്ചുള്ള അനുസ്മരണം ഉള്ള സാധനം നാളെ ഇറങ്ങുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സ്വരാജ് പറയുമ്പോൾ ഒരു കാര്യം കൂടെ വിചാരിക്കാം, നേരെ വിപരീതമായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇപ്പോൾ സ്വരാജ് നാക്കെടുത്ത കള്ളേ പറയുള്ളൂ. ഇത് അച്ചടിച്ചിട്ടില്ല എന്ന് പറയുക, അങ്ങനെ ആർട്ടിക്കിൾ ഇല്ലായിരുന്നു എന്ന് സ്വരാജ് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ ഒരു ആർട്ടിക്കിൾ ദേശാഭിമാനിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. സ്വരാജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കള്ളൻ വിജയനെ അനുകൂലിക്കുകയാണോ? അത് നേരെ മറിച്ചാണോ? പിണറായി വിജയൻ സ്വരാജിനെ അനുഗ്രഹിക്കുകയാണ്. ഇപ്പോൾ പിണറായി വിജയൻ ഇനി ആരെ അനുകരിക്കാനോ ഏറ്റെടുക്കാനൊന്നും പറ്റണമെന്നില്ല. ഒന്നും മുട്ടി കൈക്കൊണ്ട് കൊടുത്താൽ പോലും ചിലപ്പോൾ എടുക്കാൻ പറ്റണം. അത്രയ്ക്ക് മാത്രം ശാരീരികമായും മാനസികമായും ദുർബലനായി. അതിന് പകരം സജീവമായിട്ട് സ്വരാജ് വന്നിട്ടുണ്ടെന്നേ. അപ്പോൾ ഇവിടെ ഒരു കാണേണ്ട അറിവിനോടുള്ള അല്ലെ ചിന്തയോടുള്ള അല്ലെ വ്യത്യസ്തമായൊരു അഭിപ്രായത്തോടുള്ള CPM-ന്റെ പ്രതികരണം, അല്ലെങ്കിൽ CPM എന്ന് പറയാൻ പറ്റില്ല, CPM-ന്റെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രതികരണം ഏറ്റവും വിവരം കെട്ടവരുടേതാണ് എന്നൊറ്റ വാക്ക് നമുക്ക് പറഞ്ഞു നിർത്താം. എനിക്ക് സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയനാണ് ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് എന്ന് വിചാരിച്ച് നടക്കുന്ന കുറേയധികം വിഡ്ഢികളുണ്ട് കേട്ടോ. പിണറായി വിജയനാണ് ലോകം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകളെന്ന് വിചാരിച്ച് നടക്കുന്ന പാവങ്ങളായ കുറേയധികം വിഡ്ഢികൾ. എന്തൊരു സങ്കടമാണ്, എന്തൊരു സങ്കടമാണ് സാർ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നാളെ ഒരു 2 ആഴ്ച അല്ലെ 1 മാസം കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഇനി അതിനെപ്പറ്റി പറയാൻ പോലും പറ്റണമെന്നില്ല, അതില്ലാതാവും ചിലപ്പോൾ. അങ്ങനെ സാധിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ആയില്യത്ത് കുട്ടിയേരി ഗോപാലൻ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് AKGയുടെ ഒക്കെ ഒരു പാരമ്പര്യം, അല്ലെങ്കിൽ
അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു മഹനീയത എന്നോ ഈ പാർട്ടി കളഞ്ഞു കുളിച്ചു. എന്നോ അല്ല, AKG ജീവിച്ചിരുന്നപ്പോൾ തന്നെ കരഞ്ഞു ഒഴിച്ചു. ഈ കേരളത്തിൽ പ്രവർത്തിക്കാൻ അവസരം നിഷേധിച്ച് പാർലമെൻറ്റിലേക്ക് പറഞ്ഞു വിട്ടു. ആരെയാ? ഇപ്പം നമ്മുടെ സമ്പത്തിനൊക്കെ പറഞ്ഞു വിട്ടില്ലേ. അതുപോലെ EMS ഒക്കെ കൂടെ ചേർന്ന് AK ഗോപാലിനെ പാർലമെൻറ്റ് സ്ഥിരം അവിടെ നിർത്തി, ഡൽഹി നിർത്തി. കേരളത്തിൽ പ്രവർത്തിക്കാൻ സമ്മതിച്ചിട്ടില്ല. കേരളത്തിലായിരുന്നു AKG, കേരളത്തിലും EMS അവിടെയായിരുന്നെങ്കിൽ ചിലപ്പോൾ CPM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം തന്നെ മാറുമായിരുന്നു. അത് വേറൊരു വശം. ശരിക്കും AKG സെൻറ്റർ എന്നുള്ള പേര് മാറ്റേണ്ടതാണ്. അത് പണ്ടേ മാറ്റിക്കഴിഞ്ഞു. അല്ല, അത് ശരിക്കും ഇപ്പോൾ AKG എന്നുള്ള പേരിലാണ് അദ്ദേഹത്തെ കളിയാക്കൽ. അതിൻ്റെ ഏത് ഭാഗം പോകുന്നതെന്ന് അറിയത്തില്ല. എപ്പോഴാണ് അനധികൃത സ്വത്ത് ഒഴിപ്പിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ, അതോ സതീശനും രമേശും കൂടെ അതും കോംപ്രമൈസ് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ AKG സെൻറ്ററിൽ പോയി കിട്ടും.